ഇത് ഫാരിസ് അബൂബക്കറിൻ്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള ഇപ്പോൾ അതിൻ്റെ ഡയറക്ടർ ബോർഡിൽ ഇരിക്കുന്നവരെ ആരും തറവാട് സ്വത്തൊന്നുമല്ല. ഇത് ഇവിടുത്തെ ക്രൈസ്തവർ കാശാണ്, ക്രൈസ്തവർ സ്ഥാപനമാണ്. അതിനെ കുറേ ആളുകൾ ഹൈജാക്ക് ചെയ്യാൻ ഞങ്ങൾ ഇനി അനുവദിക്കില്ല. അത്രേ ഉള്ളൂ. നിഷ്പക്ഷത കാണിക്കണം. പ്രത്യേകിച്ചും ഇത്തരം സ്ഥാപനങ്ങൾ ക്രൈസ്തവ മുഖപത്രമെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ദീപിക ആ നിഷ്പക്ഷത കാണിക്കണം. പള്ളിയിൽ കയറി കച്ചവടം നടത്തിയവനെ ചാട്ടവാറിനടിച്ച് പുറത്താക്കിയ കർത്താവ് ഈശോമിശിഹായുടെ ശിഷ്യനാണ് ഞാൻ. ആ ചാട്ടവാറാണ് ഞാനന്ന് എടുത്തത്. അത് കൊള്ളേണ്ടടുത്ത് കൊള്ളിട്ടുണ്ട്, കൊള്ളുകയും ചെയ്യും. അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ആണുള്ളത്. അപ്പോൾ ദീപിക ഇന്നും ഒരു വിമർശനം നടത്തിയിട്ടുണ്ട്. കവലച്ചട്ടമ്പിമാർ അധികാരമുണ്ടെങ്കിൽ കാണിച്ചു തരാമെന്ന് മുറക്കിയാണ്. ഞങ്ങൾ നിർത്തില്ല, ഞങ്ങൾ ഇനിയും അത്തരത്തിലുള്ള കാര്യങ്ങൾ തുടരും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഈ ഞങ്ങളെന്ന് പറയുന്നത് ദീപികയാണെങ്കിൽ എനിക്ക് യാതൊരു വിരോധമില്ല, അവരത് തുടർന്നോട്ടെ. കഴിഞ്ഞ 6 മാസമായിട്ട് അവർ നടത്തുന്ന പ്രവർത്തനം, വീക്ഷണവും ദീപികയും 2 ജോലിയല്ല ചെയ്ത്, ഒരേ ജോലിയാണ്. കേരളത്തിൽ കോൺഗ്രസിൻ്റെ മുഖപത്രമായ വീക്ഷണവും ദീപികയും ചെയ്ത് ഒരേ ജോലിയാണ്. അതവർ തുടർന്നതിനൊരു വിഷയമില്ല. പക്ഷേ അത് ക്രിസ്ത്യാനിയുടെ കെയർ ഓഫ് വേണ്ട. പക്ഷേ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നവരൊക്കെ പിതാക്കന്മാരാണ്, ചീഫ് എഡിറ്റർ അടക്കമുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളാണല്ലോ സ്വാഭാവികമായിട്ടും. തലപ്പത്തിരിക്കുന്നവരല്ല നിയന്ത്രിക്കുന്നത്, അതല്ലേ പ്രശ്നം. അവിടെ നിയന്ത്രിക്കുന്നത് ചില വ്യക്തികളാണ്. ചില വ്യക്തികൾ ഒരാളെ പോയിന്റ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ എഡിറ്റോറിയൽ പോളിസിയിൽ പോലും അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കടന്നുകയറ്റമുണ്ട്. അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ അത് നിയന്ത്രിക്കപ്പെടണം, അല്ലെങ്കിൽ അവരെ ഒഴിവാക്കണം. പണ്ട് ഫാരിസ് അബൂബക്കറിൻ്റെ കയ്യിൽ നിന്ന് ഇത് ബലമായിട്ട് പിടിച്ചു പറിച്ചുകൊണ്ട് വന്നതാണ്. അന്ന് സഭ ഇടപെട്ട്, പിതാക്കന്മാർ ഇടപെട്ടിട്ടാണ് അത് തിരിച്ചു കിട്ടിയത്. തിരിച്ചു കിട്ടിയപ്പം കണ്ണായ സ്ഥലത്തെ സ്വത്തുക്കൾ ഒത്തിരി പോയി. ഇപ്പോൾ തിരുവനന്തപുരത്തെ ദീപികയുടെ സ്ഥലം കാണാനില്ല, കൊല്ലത്തെ ദീപികയുടെ സ്ഥലം ഇതിലൊരു ഇൻവെസ്റ്റർ നിസാര വിലയ്ക്ക് അടിച്ചുകൊണ്ട് പോയി. ഈ അടുത്ത നാളിൽ ഒരു വർഷത്തിനിടയിൽ കൊല്ലത്തെ ദീപികയുടെ 30 സെൻറ്റ് സ്ഥലം അതിനകത്ത് ഇൻവെസ്റ്റർ. ഞാൻ ചോദിച്ചിട്ടേ, ഒരു ഇൻവെസ്റ്ററിൻ്റെ ആവശ്യമില്ല, ഇത് സഭ ഏറ്റെടുക്കണം. സഭ പൂർണ്ണമായും ദീപികയുടെ നിയന്ത്രണം പൂർണ്ണമായും സഭ ഏറ്റെടുക്കണം. ഫാരിസ് അബൂബക്കർമാർ ഇപ്പോഴും ദീപികയ്ക്കുള്ളിലുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ ഗുരുതരമായ കാര്യമാണ് സഭയുടെ സ്വത്തുക്കളൊക്കെ പലരും തട്ടിക്കൊണ്ടുപോകുന്നത്. അതിൽ പരാതിയോ അങ്ങനെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും. അല്ല, അത് ദീപിക ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയല്ലേ. പക്ഷേ ഞാൻ പറയില്ല, കൊല്ലത്തെ മാത്രം സ്ഥലം എടുത്ത് നോക്കി. കൊല്ലത്തെ സ്ഥലം അതിലൊരു ഇൻവെസ്റ്റർ പൈസ കൊടുത്തു. അപ്പോൾ അയാൾക്ക് പൈസ തിരിച്ചു കൊടുക്കാനില്ല എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് അത് എഴുതി കൊടുത്തു. ഇതൊക്കെ എത്രയോ കാലം മുമ്പ് ഇവിടുത്തെ പൂർവികരായ ക്രൈസ്തവർ അധ്വാനിച്ച് വീട്ടിൽ നിന്നും റബ്ബർ വിറ്റ പൈസ എടുത്തു കൊടുത്തുണ്ടാക്കിയതാണ്. ഇത് ഫാരിസ് അബൂബക്കറിൻ്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള ഇപ്പോൾ അതിൻ്റെ ഡയറക്ടർ ബോർഡിൽ ഇരിക്കുന്നവരെ ആരും തറവാട് സ്വത്തൊന്നുമല്ല. ഇത് ഇവിടുത്തെ ക്രൈസ്തവർ കാശാണ്, ക്രൈസ്തവർ സ്ഥാപനമാണ്. അതിനെ കുറേ ആളുകൾ ഹൈജാക്ക് ചെയ്യാൻ ഞങ്ങൾ ഇനി അനുവദിക്കില്ല. അത്രേ ഉള്ളൂ. ഇപ്പോൾ അതിൽ മറ്റു പറയുന്ന കാര്യം, എല്ലാവർക്കും വേണ്ടി എന്ന് പറയുന്ന നിയമങ്ങൾ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ അത് FCRA കോട്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. FCRക്കെതിരെ മിണ്ടരുതെന്ന് പറഞ്ഞാൽ നടക്കില്ല, ഞങ്ങൾ ഇനിയും അതിനെതിരെ പ്രതികരിക്കുമെന്നാണ് അവർ പറയുന്നത്. അവർ മിണ്ടിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, അവർക്ക് മിണ്ടാൻ അവകാശമുണ്ട്. സഭയുടെ പേര് മിണ്ടണ്ട. സഭയുടെ പേരിലുണ്ടെങ്കിൽ ഔദ്യോഗികമായിട്ട് സഭ പറയും. അല്ലാതെ ദീപിക പറഞ്ഞാൽ അത് കേട്ടിട്ട് ഇവിടെ ക്രിസ്ത്യാനിക്കെല്ലാം രോമാഞ്ചം ഉണ്ടാകുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ദീപിക എഴുതിയ എഴുത്തിനാണെങ്കിൽ ഇവിടെ UDFന് 100 സീറ്റ് കിട്ടണം. അതെന്താണെങ്കിലും ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ സഭ ഞങ്ങളുടെ നാവല്ല എന്ന് പറയാത്തിടത്തോളം കാലം ദീപിക എഴുതുന്നത് സഭയുടെ വാക്കുകളായിട്ട് തന്നെയല്ലേ വ്യാഖ്യാനിക്കപ്പെടുകയുള്ളൂ. കാരണം സഭ നടത്തുന്നൊരു സഭ അല്ല, സഭയുടെ നാവല്ല എന്ന് പറയാൻ വെച്ചാൽ സഭയ്ക്ക് പ്രതികരിക്കാനുള്ള വേദി അത് മാത്രമാണ്. അതൊരു 10% ഉള്ളൂ, ബാക്കി 90% കോൺഗ്രസ്സാണ്. അതാണ് പ്രശ്നം. അപ്പോൾ സഭയുടെ ഔദ്യോഗികമായ ഇപ്പോൾ പാലായിൽ പരിപാടി നടന്നു. ഇന്നത്തെ ദീപികയിൽ പാലായിലെ പരിപാടി എല്ലാം ഉണ്ട്. പള്ളിക്കകത്ത് പറമ്പ് തിരുമേനിയുടെ 100ാം ജന്മദിനമായിരുന്നു. അപ്പോൾ അതൊക്കെ വരാനൊരു പത്രം വേണം. അതുകൊണ്ടൊക്കെ ഇതിനെ സഭ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്, അല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ എഡിറ്റോറിയൽ പോളിസിയിൽ ഒരു തരത്തിലും സഭ ഇടപെടാറില്ല. അപ്പോൾ അതിനെ കുറേ ആളുകൾ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. അവരവരുടെ രാഷ്ട്രീയം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് അംഗീകരിച്ചുകൊണ്ട് പോകാൻ ഞങ്ങൾക്ക് ഇനി സൗകര്യമില്ല എന്ന് മാത്രമേ പറഞ്ഞു. സഭകളെ കാണുമെന്ന് പറഞ്ഞിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കും? സഭ നേതൃത്വം കണ്ടു പറയുകയോ എന്തെങ്കിലും? ഇന്നലെ 42 പിതാക്കന്മാരിവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഞാൻ കണ്ടു. വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള പിതാക്കന്മാരുമായിട്ട് ഇന്നലെ തന്നെ ഞാൻ ചർച്ച നടത്തി. എന്നോട് ഷോണിൻ്റെ പരാതിയിൽ ഞങ്ങൾ ചർച്ച ചെയ്യും, എഴുതി നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാനത് എഴുതി കൊടുക്കും. അനുകൂലമായിട്ടാണ് സഭാ നേതൃത്വം പ്രതികരിച്ചത്? അല്ല, തീർച്ചയായിട്ടും. ഞാൻ പുറത്തുനിന്നുള്ള ആളല്ല, ഞാൻ സഭയുടെ ഭാഗമാണ്. അത് പിതാക്കന്മാരും ഞങ്ങൾ വിശ്വാസികളും സ്ഥാപനങ്ങളും എല്ലാം ഉൾപ്പെടുന്നതാണ് സഭ. അത് കർത്താവിൻ്റെ തിരുശരീരമാണ്. ആ തിരുശരീരമാണ് സഭയെന്ന് പറയുന്നത്. അതിൽ ഞങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണ്. അതിനകത്ത് പുഴുക്കുത്തു വീഴാൻ സംഭവിക്കില്ല. ഇപ്പോൾ ഇത്ര പ്രതിഷേധം ഉയർത്തുന്നു, പക്ഷെ അപ്പോഴും ഈ ഒരു തുടരുകയാണ് ദീപിക അവരുടെ ഈ പറയുന്ന കാര്യം തുടരാം. ഞാൻ പറയുന്നതിനെ മനസ്സിലാക്കുന്നില്ല. ഞാൻ പറയുന്നത് എന്താണ്, BJPക്ക് അനുകൂലമായി എഴുതണമെന്നല്ല, BJPക്ക് എതിരെ എഴുതണം. പത്രധർമ്മമാണ്. BJPക്ക് എതിരെ എഴുതണം.
പക്ഷേ അത് മറ്റൊരാളുടെ കയ്യിൽ നിന്നും പണം കൈപ്പറ്റിക്കൊണ്ടോ സ്വാധീനത്തിനോ ആകരുത്. നിഷ്പക്ഷമായി ദീപിക എന്നും ക്രൈസ്തവർ പത്രമായി നിൽക്കണം. ക്രൈസ്തവർക്ക് എവിടെയൊക്കെ പ്രതിസന്ധികളുണ്ടായോ അവിടെയെല്ലാം ദീപിക പ്രതികരിക്കണം. അത് യാതൊരു അങ്ങനെയല്ല. ദീപിക BJP നാളെ മുതൽ ഷോൺ ജോർജ് കൊള്ളാം, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ കൊള്ളാം, വി മുരളീധരൻ കൊള്ളാം, കെ സുരേന്ദ്രൻ കൊള്ളാം എന്ന് പറയണമെന്നല്ല ഞാൻ പറയുന്നത്. അതൊന്നും വേണ്ട. നിഷ്പക്ഷത അത് ഞങ്ങളുടെ അവകാശമാണ്, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ അവകാശമാണ്. നിഷ്പക്ഷത കാണിക്കണം. പ്രത്യേകിച്ചും ഇത്തരം സ്ഥാപനങ്ങൾ ക്രൈസ്തവ മുഖപത്രമെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ദീപിക ആ നിഷ്പക്ഷത കാണിക്കണം. അത്രേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഇന്നലെ PC ജോർജിൻ്റെ ഭാഗത്ത് നിന്ന് സഭാ നേതൃത്വങ്ങൾക്കെതിരെ, കഞ്ഞപ്പള്ളി ബിഷപ്പിനെതിരെയൊക്കെ ചില പ്രതികരണങ്ങളുണ്ടായിരുന്നു. അതായത് കോൺഗ്രസിന് വേണ്ടി വോട്ട് ചോദിക്കാൻ നാണമില്ലേ, ബുദ്ധിയില്ലെന്ന് ചോദിക്കുന്നു, കുരയ്ക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത്തരം പ്രതികരണങ്ങളെ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് അറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി പ്രതികരിക്കുന്ന ആളാണ്. അതിന് പിതാക്കന്മാർക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, അവർക്ക് എല്ലാവർക്കും അറിയാം. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ, ഇപ്പം ഞാൻ പറയാം, പാലായിൽ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. എന്നൊരു അത് എൻ്റെ കൂടെ പിതാവ് കൂടി എന്നല്ല ഞാൻ പറയുന്നത്. പിതാവിൻ്റെ നിഷ്പക്ഷത. 3 പേരും പാലാ രൂപതയിലുള്ള സ്ഥാനാർത്ഥിമാരാണ്. ഒരാൾക്ക് വേണ്ടി ഒരാൾക്ക് യാതൊരു തിരിച്ചു വ്യത്യാസവും ഞങ്ങൾ 3 പേരും തമ്മിൽ പിതാവ് കാണിച്ചില്ല. അതാണ് മാന്യത. അത് ആ പിതാവ് കാണിച്ചു. അപ്പം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായി കാണില്ല. അദ്ദേഹത്തിന് പരാതികളുണ്ടാകാം. അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽ ആ പരാതി ഉണ്ടാകും. ചിലപ്പോൾ തെറ്റിദ്ധാരണയാകാം. ഇതൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്, അത് പാർട്ടിയുടെ അഭിപ്രായമല്ല. അതുകൊണ്ട് തന്നെ അതിന്മേൽ കൂടുതൽ പ്രതികരണത്തിന് ഞാൻ തയ്യാറല്ല. ഇപ്പോൾ എന്തായാലും സഭകളിൽ നിന്നും അനുകൂലമായൊരു നിലപാടുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ വിഷയത്തിലല്ലേ? ഇല്ല, ഞാൻ എന്ത് പറഞ്ഞോ അത് ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായി അവതരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സഭയിൽ തീർച്ചയായിട്ടും ഷോൺ ജോർജ് സഭയ്ക്ക് വേണ്ടപ്പെട്ടവൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ഒരു ആക്ഷേപം, എൻ്റെ ഒരു ബുദ്ധിമുട്ട്, എൻ്റെ ഒരു വിഷമമാണ് ഞാൻ അവതരിപ്പിച്ചത്. ആ ബുദ്ധിമുട്ട് സഭ കാര്യമായി എടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ പറഞ്ഞല്ലോ, ഇനി അതിന് സാമ്പത്തിക പ്രതിസന്ധിയാണോ എന്നാണ് പ്രശ്നം. ഇവിടെ ഇഷ്ടംപോലെ പിള്ളേരുണ്ടെന്നേ. എത്ര രൂപ വേണം ദീപികയ്ക്ക് എത്ര രൂപ വേണമെങ്കിൽ അത് പിരിച്ചു കൊടുക്കാൻ. ഇവിടെ ഞാനുണ്ട്, കേരളത്തിൽ മാത്രം 13 സഭയുണ്ട്. ഈ ഓരോ കോടി രൂപയായിട്ട് ഇമാരെല്ലാം ഇറക്കി വിടാമല്ലോ. ക്രൈസ്തവ സ്ഥാപനങ്ങളെ ഹൈജാക്ക് ചെയ്യാൻ നടക്കുന്ന കള്ളന്മാരെ ചാട്ടവാറിനടിച്ച് പുറത്താക്കണം. കർത്താവ് ഈശോ ചെയ്തിട്ടുണ്ട്. പള്ളിയിൽ കയറി കച്ചവടം നടത്തിയവനെ ചാട്ടവാറിനടിച്ച് പുറത്താക്കിയ കർത്താവ് ഈശോയുടെ ശിഷ്യനാണ് ഞാൻ. ആ ചാട്ടവാറാണ് ഞാനന്ന് എടുത്തത്. അത് കൊള്ളേണ്ടടുത്ത് കൊള്ളിട്ടുണ്ട്, കൊള്ളുകയും ചെയ്യും.